بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد خاتم الأنبياء وإمام المرسلين خير نبي وأكرم رسول وعلى آله وأصحابه أجمعين ثم أما بعد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, ഈ പരിപാടിയുടെ ഏറ്റവും ആദരണീയരായ അധ്യക്ഷരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ദുൽഹജ്ജ് മാസം ഏറ്റവും സമീപത്ത് എത്തിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഈ ദിവസം നമ്മൾ ദുൽഹജ്ജിലേക്ക് കടന്നിട്ടുണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട പാഠങ്ങളെ അനുസ്മരിക്കാനും നമ്മുടെ ഈമാനിനെ സജീവമാക്കാനും ഉതകുന്ന ഒരു പഠന സെഷൻ സംഘടിപ്പിച്ച നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജ് ഇസ്ലാമിലെ മഹത്തായ അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടതും അവസാനത്തേതുമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൗധത്തെ പടുത്തുയർത്തിയിട്ടുള്ള 5 സുപ്രധാനമായ നെടുന്തൂണുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ സൗമി റമദാൻ വൽ ഹജ്ജ്. ഇസ്ലാം പടുതുയർത്തപ്പെട്ടിട്ടുള്ളത് സുപ്രധാനമായ 5 നെടുന്തൂണുകളിലാണ്. പ്രകാശിക്കുന്ന 5 നെടുന്തൂണുകൾ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശ വാക്യത്തിന്റെ പ്രഖ്യാപനത്തോടെ ആരംഭിച്ച് നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും. ഇസ്ലാമിക സൗധത്തിന്റെ സുപ്രധാനമായ തൂണുകളാണ് ഇത് എന്ന് പറഞ്ഞാൽ സൗധം തൂണുകൾ മാത്രമല്ലല്ലോ എന്ന് ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ ഓരോ കാര്യങ്ങളും ഇസ്ലാമിക ജീവിതത്തിന്റെ വളരെ മർമ്മപ്രധാനമായ അനിവാര്യമായ കാര്യങ്ങളാണ്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആദർശ പ്രഖ്യാപനത്തോടു കൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അത് മനസ്സ അംഗീകരിക്കുകയും വാച മൊഴിയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാകും എന്നിരിക്കെ അത് ഒരു വിളംബരമായി സാമൂഹിക വിളംബരമായി പ്രഖ്യാപിക്കുന്നതോടു കൂടിയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറുന്നത്. അതുപോലെ തന്നെയാണ് നമസ്കാരം വ്യക്തിയും അള്ളാഹുവും തമ്മിലുള്ള ഏറ്റവും സ്വകാര്യവും ഏറ്റവും അടുപ്പവുമുള്ള ഇബാദത്തായതോടൊപ്പം തന്നെ ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങൾ ഒന്നും തന്നെ കേവലം അനുഷ്ഠാനങ്ങളോ കേവലം ആരാധനോ കാര്യങ്ങളോ മാത്രമല്ല, അള്ളാഹുവിനെയും മനുഷ്യനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് പോലെ തന്നെ മനുഷ്യനെയും അവന്റെ സാമൂഹിക ജീവിതത്തെയും അവനിവിടെ നിർവഹിക്കുവാനുള്ള സാമൂഹിക ദൗത്യത്തെയും ഈ അനുഷ്ഠാനങ്ങളിലൂടെ ശക്തിപ്പെടുന്നു, അവനെ അതിന് പ്രാപ്തനാക്കി തീർക്കുന്നു എന്ന ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമസ്കാരം
ഇസ്ലാമിക സമൂഹത്തിന്റെ സംഘടിത സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതും ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രാദേശികമായ ഒരു സംഘടിത രൂപവും നമസ്കാരത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് നോമ്പും. സക്കാത്ത് കുറെ കൂടി സാമ്പത്തികമായ രംഗത്തുള്ളതാണ്. ഈ ആരാധനാ കാര്യങ്ങളൊക്കെയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് ഇസ്ലാമിക പ്രഖ്യാപനത്തിന്റെ 1-ാം തീയതി മുതൽ ഈ ജീവിതത്തിൽ നിന്ന് വിട പറയുന്ന അവസാന നിമിഷം വരെയും ഒരു സത്യവിശ്വാസി നിരന്തരം തുടർന്നുകൊണ്ടിരിക്കേണ്ടുന്ന തന്റെ നിലപാടും ആദർശവുമാണ്. ആ നിലപാടിൽ നിന്നൊരു സന്ദർഭത്തിൽ പോലും വിട്ടുനിൽക്കുവാനോ മാറി നിൽക്കുവാനോ അദ്ദേഹത്തിന് അനുവാദമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിന് പരിചയമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ഇസ്ലാമിന്റെ സാക്ഷികളായിരിക്കുകയും ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനിൽ 2 രൂപത്തിൽ 2 തവണ ഈ കാര്യം ആവർത്തിച്ചത് നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് എന്നും കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം ഇസ്ലാമിന്റെ സാക്ഷികളായിക്കൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, നമ്മളോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണാം. നമസ്കാരം 5 നേരത്തെ ഒരു ദിവസം ഒരു സത്യവിശ്വാസിക്ക് ഒഴിച്ചുകൂടാനാവാത്ത സമയം നിർണയിക്കപ്പെട്ട 5 നേരത്തെ ഇബാദത്താണ് നമസ്കാരം. നോമ്പ് വർഷത്തിൽ 1 മാസമാണ് നിർവഹിക്കേണ്ടത്. സക്കാത്ത് അതിനു മുമ്പ് വർഷത്തിൽ തന്റെ സമ്പത്തിൽ നിന്ന് 1 തവണയാണ് അദ്ദേഹം കൊടുത്തു വിടേണ്ടത്. നോമ്പ് വർഷത്തിൽ 1 മാസമാണ് നിർവഹിക്കേണ്ടത്. എന്നാൽ ഹജ്ജ് ആയുസ്സിൽ 1 തവണയാണ് നിർവഹിക്കേണ്ടത്. ജീവിതത്തിൽ 1 തവണ നിർബന്ധമാകുന്ന ഇബാദത്താണ് ഹജ്ജ്. ഈ പറയപ്പെട്ട ഇബാദത്തുകളൊക്കെയും ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രഖ്യാപനം അത് വ്യക്തിയും അല്ലാഹുവും തമ്മിലുള്ള തന്റെ മാനസികവും ആദർശപരവുമായ ഒരു ഉടമ്പടിയും കരാറുമാണെങ്കിൽ, നമസ്കാരവും നോമ്പും കുറെ കൂടി ശാരീരികവും ആത്മീയവുമായ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇബാദത്തുകളാണ്. സക്കാത്ത് എന്നത് സാമ്പത്തികമായ രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ബാധ്യതകൾ അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് കൊടുത്തുവിടാൻ സത്യവിശ്വാസിയെ സന്നദ്ധനും പ്രാപ്തനും ആക്കി തീർക്കുന്നതും ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത, ഒരു സത്യവിശ്വാസിയുടെ പ്രതിബദ്ധതയെയും ആത്മാർത്ഥതയെയും കുറെ കൂടി വെളിപ്പെടുത്തുന്നതുമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് സാമ്പത്തികവുമായ രംഗവുമായി ബന്ധപ്പെട്ടതാണ്. ഹജ്ജ് ഈ ഇബാദത്തുകളുടെ ഒക്കെയും വിവിധ തലങ്ങളിലുള്ള സവിശേഷതകളെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന സ്വഭാവത്തിലുള്ളതാണ് ഹജ്ജ് എന്ന് നമുക്ക് ഈ ഹജ്ജിന്റെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഹജ്ജ് ഒരേ സമയം അള്ളാഹുവിലേക്കുള്ള ഒരു സത്യവിശ്വാസിയുടെ തന്റെ ജീവിതത്തിൽ ഷഹാദത്തിന്റെ പ്രഖ്യാപനത്തോട് തുടർന്ന് ജീവിതത്തിലുടനീളം താൻ തിരിഞ്ഞു നിന്ന ഖിബില, ജീവിതത്തിലുടനീളം അള്ളാഹുവിലേക്ക് ഉന്മുഖനായി നിന്ന ഖിബില, ആ ഖിബിലയെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ് ഹജ്ജ്. ആ ഖിബിലയിലേക്കാണ് ഈ മനുഷ്യനെ നമസ്കാരങ്ങളിൽ ആ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ജീവിതത്തിലുടനീളം മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന്റെ സന്ദർഭത്തിലും മരണത്തിന്റെ വേളയിലും അദ്ദേഹത്തെ തിരിച്ചു കിടത്തുന്നത് ആ ഖിബിലയിലേക്കാണ്. മരണപ്പെട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തെ തിരിച്ചു കിടത്തുന്നത് ഈ ഖിബിലയിലേക്കാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു സത്യവിശ്വാസി തന്റെ നാഥനായ സൃഷ്ടികർത്താവായ രക്ഷിതാവായ തമ്പുരാനിലേക്ക് നടത്തുന്ന ആത്മീയമായ ഒരു തീർത്ഥയാത്രയാണ് ഹജ്ജ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഹജ്ജിനെ കുറിച്ച് പറയാം. ഹജ്ജ് എന്ന് പറഞ്ഞാല് ഭാഷാപരമായി സന്ദർശിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സന്ദർശിക്കുക എന്നാണ് ഹജ്ജിന്റെ അർത്ഥം. സാങ്കേതികമായി പറഞ്ഞാല് ഒരു സത്യവിശ്വാസി അള്ളാഹുവിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് കഅബാലയത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന യാത്ര, കഅബാലയം സന്ദർശിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ലക്ഷ്യമാക്കി നടത്തുന്ന യാത്രയ്ക്കാണ്, കഅബാലയം ലക്ഷ്യമാക്കി നടത്തുന്ന യാത്രയ്ക്കാണ് ഹജ്ജ് എന്ന് പറയുന്നത്.
ഈ ഹജ്ജിൽ ജീവിതത്തിലുടനീളം നിരന്തരമായി ഒരു സത്യവിശ്വാസി നിർവഹിക്കേണ്ടുന്ന ഷഹാദത്തും, ജീവിതത്തിൽ ദിനേന 5 നേരം അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരങ്ങളിലൂടെ അദ്ദേഹം ആർജിച്ചെടുക്കുന്ന പ്രതിഫലവും, നോമ്പിലൂടെ അദ്ദേഹം ആർജിച്ചെടുക്കുന്ന ഈമാനും പ്രതിഫലവും, സക്കാത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുക്കുന്ന ഈമാനും പ്രതിഫലവും, ഇതിലൂടെയെല്ലാം ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഇതെല്ലാം ഹജ്ജ് ഒരുപോലെ തന്നെ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ ജാമിഉൽ ഇബാദാത്ത് എന്നാണ് ഹജ്ജിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളുടെയും ഒരു സാരാംശം, ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളുടെയും മുഖ്യ സവിശേഷതകളെ സ്വയം ഉൾക്കൊള്ളുന്ന എല്ലാ ഇബാദത്തുകളുടെയും സാരാംശം എന്നാണ് ഹജ്ജിനെ കുറിച്ച് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. എല്ലാ ഇബാദത്തുകളും ജീവിതത്തിൽ ഉടനീളം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലം ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഹജ്ജിനെ സംബന്ധിച്ച് മറ്റു ഇബാദത്തുകളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാളെ ഹജ്ജ് നിർവഹിക്കുകയും ആ ഹജ്ജിനെ കുറ്റമറ്റ രീതിയിൽ, പോരായ്മകളില്ലാത്ത രീതിയിൽ, അതിൽ അധർമ്മങ്ങളും അനാവശ്യങ്ങളും പ്രവർത്തിക്കാത്ത രീതിയിൽ ഹജ്ജ് നിർവഹിച്ചാൽ അദ്ദേഹം തന്റെ മാതാവ് പ്രസവിച്ച പരിശുദ്ധിയിൽ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ പരിശുദ്ധിയിൽ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരും, മടങ്ങി വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് നമുക്ക് കാണാം. നമസ്കാരം മുതൽ ഷഹാദത്ത് മുതൽ ഹജ്ജ് വരെ അടങ്ങുന്ന ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും, ഈ ഇബാദത്തുകൾ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് തേടുന്ന, അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഈ ഇബാദത്തുകൾ പ്രതിനിധീകരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 3 ഘടകങ്ങൾ ഈ സംഗതികൾക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്തിനാണ് എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. എന്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം എന്നത്? ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ളവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ, അള്ളാഹുവിന്റെ സൃഷ്ടികർത്താവായ രക്ഷിതാവിന്റെ ആജ്ഞാനുവർത്തി എന്നുള്ള നിലയിൽ അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നതിനും, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ നൽകിയിട്ടുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി തന്റെ കഴിവും അധ്വാനവും അതിന്റെ പ്രബോധനവും അതിനുവേണ്ടിയുള്ള അധ്വാനവും നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മനുഷ്യൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി, ഖലീഫത്തുള്ള എന്നതാണ് മനുഷ്യൻ ഈ ഭൂമിയിലുള്ള പൊസിഷൻ. ഇവിടെ നിർവഹിക്കുവാനുള്ള ഡ്യൂട്ടി ഇബാദത്തുള്ള എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് നിർവഹിക്കുക, അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യൻ വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എന്ന് ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ടോ അന്ന് മുതൽ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഈ മനുഷ്യ ജീവിതത്തിന് നിർണയിച്ച് നൽകിയിട്ടുള്ള ഒരു ജീവിത രേഖ, ജീവിത മാർഗം, ഒരു ധാർമ്മിക വ്യവസ്ഥിതി, ആ ധാർമ്മിക വ്യവസ്ഥിതിയെ ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്നതിനും നിർവഹിക്കുന്നതിനും മാനവ സമൂഹത്തിനെ ആ മാർഗത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നതിനും അടിസ്ഥാനപരമായ ചുമതലയും ദൗത്യവും ഏൽപ്പിച്ചുകൊണ്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു കൂട്ടരെന്നുള്ള നിലയിൽ ഇസ്ലാമിലെ ഇബാദത്ത് എന്ന കാര്യം, ആ ഇബാദത്ത് എന്ന കാര്യത്തിന് 3 തലങ്ങളിൽ അത് പ്രസക്തമാകുന്നുണ്ട്. ഒന്നാമത്തെ സംഗതി, അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളിൽ
അള്ളാഹുവും മനുഷ്യനും താനും തന്റെ രക്ഷിതാവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഓരോ മനുഷ്യനും തന്റെ രക്ഷിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പരിപൂർണമായ ഷിർക്കിൽ നിന്ന് പരിപൂർണമായും മുക്തനായി നാഥന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വിധേയപ്പെടുക എന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും ആരാധനകളും തേട്ടങ്ങളും നേർച്ച വഴിപാടുകളും പ്രതീക്ഷകളെ ബന്ധിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം എന്നതാണ് അതിന്റെ ഒരു തേട്ടം. രണ്ടാമത്തെ സംഗതി, ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അവൻ തന്റെ പരിസരത്തോടും ഈ ഭൂമിയിൽ തന്റെ ഒപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോടും എങ്ങനെ പെരുമാറണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ധാർമ്മിക വ്യവസ്ഥിതിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ അവന്റെ പെരുമാറ്റത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ്. മനുഷ്യൻ തന്റെ വ്യക്തിപരവും സാമൂഹികവുമായ പെരുമാറ്റത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ധാർമ്മിക വ്യവസ്ഥിതിയുടെ പ്രവാചകന്മാരിലൂടെ പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്ക് നൽകിയ ധാർമ്മിക വ്യവസ്ഥിതിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ തന്റെ സ്വഭാവ പെരുമാറ്റങ്ങളെ സംസ്കരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ സംഗതി. അതിന് വിശദാംശങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ധാർമ്മിക വ്യവസ്ഥിതിയുടെ മാർഗദർശനങ്ങൾക്കനുസരിച്ച് അതിനെ ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്നതിനും അതിന്റെ മാർഗദർശനങ്ങൾക്കനുസരിച്ച് മനുഷ്യ ജീവിതത്തിൽ ഈ മാനവ സമൂഹത്തിനെ അതിലേക്ക് മാർഗദർശനം ചെയ്യുന്നതിനും ഏതെല്ലാം തരത്തിലുള്ള ത്യാഗങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വന്നാലും ആ ത്യാഗങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നതിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുക എന്നതാണ്. ആ മാർഗത്തിൽ ത്യാഗങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുവാനുള്ള സന്നദ്ധതയാണ് മൂന്നാമത്തെ കാര്യം. അതിന് നമ്മൾ നമ്മുടെ സാങ്കേതിക ഭാഷയിൽ ജിഹാദി എന്നും തദ്ഹിയത്ത് എന്നും ഒക്കെ പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമിന്റെ ധാർമ്മിക വ്യവസ്ഥിതി, ഇസ്ലാം എന്ന ദീനും ആ ദീനിന്റെ പ്രബോധന മാർഗവും അതിന്റെ ശരീഅത്തും, ഇതിന്റെ സാൻമാർഗികമായ ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. പ്രവാചകരെ പ്രഖ്യാപിക്കണം, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് മാർഗദർശനം ചെയ്തിരിക്കുന്നു. ആ സിറാത്തുൽ മുസ്തഖീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദിവസത്തിൽ നമസ്കാരത്തിലെ 17 തവണ ദിനേന ഒരു സത്യവിശ്വാസി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ കടന്നുപോയ ഇസ്ലാമിന്റെ സന്മാർഗത്തിന്റെ മഹത്തായ പാത, ആ സന്മാർഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിന്റെ ഈ ധാർമ്മിക വ്യവസ്ഥിതിയുടെ സാൻമാർഗികമായ ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുള്ളത് മില്ലത്തു ഇബ്രാഹിമിലേക്കാണ്. ഇബ്രാഹിം പ്രവാചകന്റെ ധാർമ്മിക പാതയിലേക്കാണ്, ആദർശ പാതയിലേക്കാണ് എന്നത് പരിശുദ്ധ ഖുർആൻ വളരെ ഊന്നലോടുകൂടി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹജ്ജിനെ സംബന്ധിച്ച് അത് പറയുമ്പോൾ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അനുഭവിച്ച ത്യാഗത്തിന്റെ ക്ലേശങ്ങളുടെയും ആ മാർഗത്തിൽ അദ്ദേഹം കടന്നുപോയ പരീക്ഷണങ്ങളുടെയും കഥ പറയാതെ അല്ലെങ്കിൽ അതിനെ അനുസ്മരിക്കാതെ ഹജ്ജ് പൂർത്തിയാവുകയില്ല എന്ന് നമുക്കറിയാം. ഹജ്ജ് എന്ന് പറയുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം, ആ ദൗത്യത്തെ നിർവഹിക്കുന്നതിൽ ഏത് ഒരു ത്യാഗമാണോ അദ്ദേഹം നിർവഹിച്ചത്, ആ ത്യാഗത്തിന്റെയും ആ മാർഗത്തിൽ അദ്ദേഹം അനുഭവിച്ച ക്ലേശങ്ങളുടെയും പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് പോലെ പരീക്ഷണങ്ങളുടെ നെരിപ്പോടുകളിലൂടെ കടന്നുപോയ പ്രവാചകനാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
4000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ലോകത്ത് നിലനിന്നിരുന്ന ബാബിലോണിയൻ നാഗരികതയിൽ നിയോഗിക്കപ്പെട്ട, അവിടെ ഊർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ പരിഷ്കൃതമായ പട്ടണത്തിൽ പ്രബോധന ദൗത്യവുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കഥ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞാരംഭിക്കുന്നത് തന്നെ വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമൻ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ, ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തെ പരീക്ഷിച്ചു. ചില കാര്യങ്ങളിലൂടെ, ചില കൽപ്പനകളിലൂടെ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫഅതമ്മഹുന്ന, അതൊക്കെയും 100% അദ്ദേഹം പൂർത്തിയാക്കി. പരിപൂർണമായും അദ്ദേഹം അത് പൂർത്തിയാക്കി. പരീക്ഷണങ്ങളിൽ പരിപൂർണമായ വിജയം നേടുകയും, ആ വിജയം നേടിയപ്പോ, പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രബോധന മാർഗത്തിൽ പരീക്ഷിക്കപ്പെട്ടത് എന്നത്, ആ വിഷയത്തിൽ വിശദമായ ഒരു ചർച്ചയിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഏതാനും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മർദ്ദക ബഹുദൈവാരാധക സമൂഹത്തിൽ ഏകദൈവത്വത്തിന്റെ പ്രവാചകനായി നിലകൊള്ളുക എന്ന ദുഷ്കരമായ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. ഒരു മർദ്ദക ബഹുദൈവാരാധക സമൂഹത്തിൽ, സംഘടിതമായ ഒരു സമൂഹത്തിൽ ഏകദൈവത്വത്തിന്റെ പ്രവാചകനായി നിലകൊള്ളുക എന്ന ദുഷ്കരമായ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട പ്രവാചകൻ ആ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വന്ന മുഴുവൻ ത്യാഗങ്ങളുടെയും മുമ്പിൽ പ്രബോധന മാർഗത്തിൽ ഒരു മഹാവടവൃക്ഷം പോലെ ഉറച്ചു നിന്ന പ്രവാചകൻ എന്നീ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കഴിയും. ആ മാർഗത്തിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അദ്ദേഹം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, തന്റെ കുടുംബവും കുഞ്ഞുമായി മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന പ്രവാചകന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് സ്വന്തം കുഞ്ഞിനെ ബലി നൽകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കൽപ്പിക്കുന്നു. ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ സാംസ്കാരിക കേന്ദ്രം പണിതുയർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ ജീവിതത്തിന്റെ തന്റെ പ്രബോധന ദൗത്യത്തിൽ നിരന്തരമായ യാത്രകളും നിരന്തരമായ ക്ലേശങ്ങളും അനുഭവിച്ച പ്രവാചകനാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹം തന്റെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിരന്തരമായ പ്രബോധനം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകദൈവത്വത്തിന്റെ പ്രവാചകനായി നിയോഗിച്ച ഇബ്രാഹിമിന്റെ പിതാവ്, അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിഗ്രഹാരാധകനാണ്. വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹാരാധകനും നാട്ടിലെ മുഖ്യ പുരോഹിതനും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവുമായി നടക്കുന്ന സംഭാഷണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. ഇബ്രാഹിമിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ, ഇബ്രാഹിമിനെ കുറിച്ച് അനുസ്മരിക്കൂ. വേദഗ്രന്ഥത്തിൽ ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ. പിതാവേ, എന്തിനാണ് താങ്കൾ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ. ഇത് ഈ പറയുന്ന ഓരോ വർത്തമാനങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒറ്റ സന്ദർഭത്തിൽ ഒരു ദിവസം നടത്തിയിട്ടുള്ള ഒരു പ്രബോധനമല്ല. നിരന്തരമായി ഓരോ വാക്കുകളും ഓരോ സെഷനുകളാണ്. ഓരോ വാക്കുകളും ഓരോ ഘട്ടങ്ങളിലെ പ്രബോധനങ്ങളാണ്. പിതാവേ, എനിക്ക് താങ്കൾക്ക് കിട്ടിയിട്ടില്ലാത്ത വിജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ താങ്കളെ ശരിയായ പാതയിൽ ഞാൻ നയിക്കുന്നതാണ്. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഉപ്പാനോട് പറയുന്നു, യാ അബതി ലാ തഅബുദി ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. പിതാവേ, താങ്കൾ ശൈത്താനിനെ ആരാധിക്കരുത്, ശൈത്താനിന് വഴിപ്പെടരുത്. റഹ്മാനായ നാഥനോട് ധിക്കാരം അനുവർത്തിച്ചവനാണ് ശൈത്താൻ. അങ്ങനെ ഒരു സംഭാഷണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാനി ഫതകൂന ലിശൈത്താനി വലിയ.
പിതാവേ, താങ്കൾ ഈ വഴിയിൽ ഇങ്ങനെ തുടരാൻ തീരുമാനിച്ചാൽ, ഈ രീതിയിലാണ് താങ്കൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൽ നിന്ന് താങ്കളെ ശിക്ഷ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. അങ്ങനെ നിരന്തരം പിതാവുമായിട്ടുള്ള നിരന്തര പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ അവസാനം പൊറുതികെട്ട പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഇബ്രാഹിം അഅൻത ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, എന്റെ ഈ മാർഗത്തിൽ നിന്ന്, എന്റെ ഇലാഹുകളെ തൊട്ട് നീ ഇലാഹുകളുടെ കാര്യത്തിൽ നിനക്ക് അരോചകമാകുന്നുവെങ്കിൽ, നിനക്കത് വെറുപ്പാണ് എങ്കിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് തുടരാൻ കഴിയില്ല. അങ്ങനെ വരികിൽ ലഅർജുമന്നക ഫഹ്ജുർനി മലിയ, ലഇല്ലം തൻതഹി ലഅർജുമന്നക ഫഹ്ജുർനി മലിയ, നിന്നെ എറിഞ്ഞു കൊല്ലുക എന്ന ഒരു നിലപാട് എനിക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ വിട്ടുപോകുന്നതാണ് നിനക്ക് നല്ലത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവുമായി സലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന രംഗം. പിന്നെയും അദ്ദേഹം പ്രബോധന പ്രവർത്തന മാർഗത്തിൽ നിരന്തരം സമൂഹത്തിലേക്ക് ഇറങ്ങി. സമൂഹത്തിൽ തന്റെ പിതാവ് ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെ, എല്ലാം വിഗ്രഹങ്ങളിൽ കേന്ദ്രീകൃതമായ നാട്ടിലെ മുഖ്യ ഭരണാധികാരി അദ്ദേഹം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ വന്നിപ്പോ അവസാനം ദൈവമാണ്, ഞാൻ ദൈവാംശമുള്ളവനാണ് എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ഭരണകൂടങ്ങൾ ദിവ്യത്വം സ്വയം എടുത്തണിയുകയും അങ്ങനെ സമൂഹങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന, സമൂഹത്തെ മൊത്തം അടിമകളാക്കി വെച്ച് തന്റെ അധികാര സോപാനത്തിൽ സമൂഹത്തെ മുഴുവൻ അടിമകളാക്കി വെച്ച് വിരാജിക്കുന്ന, അതിൽ ദിവ്യത്വം എന്ന ദിവ്യത്വത്തിന്റെ ഒരു ആനുകൂല്യം പറ്റിക്കൊണ്ടത് നിർവഹിക്കുന്ന ഒരു ഭരണാധികാരി അവിടെയും ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തോടായി പ്രബോധനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോടും തന്റെ ജനതയോടും, നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലും നാട്ടിലും സമൂഹത്തിലും മുഴുവൻ നിങ്ങൾ ഈ നിറച്ചു വെച്ചിട്ടുള്ള ഈ വിഗ്രഹങ്ങളും രൂപങ്ങളും പടച്ച തമ്പുരാന് അവനെ രൂപങ്ങളിലും ചിത്രങ്ങളിലും സങ്കല്പിക്കുകയും അവന് സഹദൈവങ്ങളും ഉപദൈവങ്ങളും സങ്കല്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം, അതിന്റെ സാധുതയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമൂഹത്തിൽ ഇറങ്ങി ചോദ്യം ചെയ്യുകയാണ്. സമൂഹത്തിൽ ദീർഘകാലം നടന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലപ്പോഴും നടത്തിയിട്ടുള്ള ആ പ്രബോധന രീതികൾ ഖുർആൻ വളരെ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം. അവസാനം അദ്ദേഹത്തെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുന്നതും അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യണം, എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ നിങ്ങളുടെ വിഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ കരിച്ചു കൊല്ലണം, നിങ്ങൾ അദ്ദേഹത്തെ തീയിലെറിയണം എന്നവർ തീരുമാനിച്ചു. തീയിലെറിയണം എന്ന് തീരുമാനിച്ചത് ഏതെങ്കിലും ചെറിയ നിലയിലുള്ള ഒരു തീയല്ല. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അസ്സാഫാത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം. വബ്നു ലഹു ബുനിയാനൻ വഅൽഖൂഹു ഫിൽ ജഹീം, നിങ്ങളൊരു വലിയ കെട്ടിടം തന്നെ പണിയണം, എന്നിട്ട് അതിൽ തീ നിറയ്ക്കണം, എന്നിട്ട് അതിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തീക്കുണ്ടാരത്തിലേക്ക്, ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 40-50 ദിവസം അതിൽ കഴിഞ്ഞു എന്നാണ് ചരിത്രകാരന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇബ്രാഹിമിന് 16 വയസ്സായിരുന്നു പ്രായം എന്ന്. തന്റെ 16ാമത്തെ വയസ്സിൽ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായം വേണമോ എന്ന്. അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, താങ്കളിൽ നിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സഹായവും വേണ്ടതില്ല, എനിക്ക് എന്റെ രക്ഷിതാവിനോട്, എന്റെ നാഥനിൽ നിന്നുള്ള സഹായം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന്. തീക്കുണ്ടാരത്തിൽ നിന്ന് പുറത്തു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് കൽപ്പിച്ചു എന്ന് അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത് കാണാം. തീക്കുണ്ടാരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷവും അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി തുടർന്നു എന്ന് കാണാം. അങ്ങനെ ഒരു 100 നൂറ്റാണ്ട് നീണ്ടുനിന്ന
മുഴുവൻ അജ്ഞാനികളോടും ദൈവധിക്കാരികളോടും അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളെ കവർന്നെടുക്കുവാൻ ശ്രമിച്ച മുഴുവൻ ധിക്കാരികളോടും ധിക്കാരത്തിന്റെ ഭാഷയിൽ, മുഴുവൻ നിഷേധികളോടും നിഷേധത്തിന്റെ ഭാഷയിൽ സംസാരിച്ച ചരിത്രത്തിലെ ഏറ്റവും ധീരനും ധിക്കാരിയുമായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന ത്യാഗങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞ പ്രബോധന പ്രവർത്തനങ്ങളിൽ കൊടുവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടിയും കൽപ്പനയോടുകൂടിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറ്റൊരു നാട്ടിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനയോടുകൂടി ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ കൂടെ ഭാര്യയും ജ്യേഷ്ഠന്റെ മകൻ ലൂത്തും, അദ്ദേഹവും പ്രവാചകനാണ്. ഇങ്ങനെ 3 പേരാണ് നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. എവിടേക്കാണ് പോകുന്നത് എന്നത് വ്യക്തമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടാൻ തീരുമാനിക്കുന്നു. പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം 100 വയസ്സാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ബാബിലോണിയൻ ജനതയിൽ 100 വർഷക്കാലം, ഒരു നൂറ്റാണ്ട് കാലം അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാം. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇറാഖിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഞ്ചാര പാത നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം എങ്ങനെയാണ് അദ്ദേഹം പുറപ്പെട്ടു എന്ന്. ഇറാഖിലൂടെ, സിറിയയിലൂടെ, ജോർദാനിലൂടെ, ഫലസ്തീനിലൂടെ, ഈജിപ്തിലേക്ക്. അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്താക്കപ്പെടുകയോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ ഫലസ്തീനിലെത്തുന്നു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹാജർ എന്ന അടിമ സ്ത്രീയിൽ ഇസ്മായിൽ എന്ന കുഞ്ഞ് ജനിക്കുന്നത്. ആ കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ഏകദേശം 110 അല്ലെങ്കിൽ 110നും 120നും ഇടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് പ്രായമുണ്ട്. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓരോ സന്ദർഭങ്ങളിലും പരീക്ഷണങ്ങളിൽ വിജയിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവസാനം ജീവിതത്തിന്റെ സായം സന്ധിയിൽ സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് വലിയ പ്രതീക്ഷകളും വെച്ചുകൊണ്ട് അവിടെ നിന്ന് കാൽനടയായി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പടച്ചവനെ, എനിക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണമേ. ഈ പ്രബോധന മാർഗത്തെ എന്റെ ഈ ജീവിതം അവസാനിക്കുന്നതോടുകൂടി ഇത് നിലച്ചു പോകാത്ത നിലയിൽ, അള്ളാഹുവേ, നിന്റെ ദീനിന് തുടർച്ചകൾ ഉണ്ടാകുന്ന നിലയിൽ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ എനിക്ക് നൽകണമേ എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ജീവിതത്തിന്റെ സായം സന്ധിയിൽ നൽകിയ മകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ ജനിച്ചത് ഫലസ്തീനിലാണ്, ഷാമിലാണ്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നും പുറപ്പെടുവാൻ കൽപ്പിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും പുറപ്പെടുന്നു. അവിടെ നിന്ന് വീണ്ടും മക്കയിലേക്ക്, ജസീറത്തുൽ അറബിലേക്ക്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തിയിട്ടുള്ള യാത്രകൾ. ജസീറത്തുൽ അറബിലെത്തിയ പ്രവാചകനോട് അവിടെ ജനങ്ങളില്ലാത്ത, ജലമില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത, കഴിക്കുവാൻ ഭക്ഷണമില്ലാത്ത, ഫലങ്ങളില്ലാത്ത, ജനശൂന്യവും ജലശൂന്യവും ഫലശൂന്യവുമായ ഒരു നാട്. ആ നാട്ടിലെത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുടുംബിനെയും ഹാജറിനെയും മകനെയും അവിടെ ആക്കിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ഹാജർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, താങ്കൾ പോവുകയാണോ? മറുപടിയില്ല. വീണ്ടും ചോദിക്കുന്നു, താങ്കൾ പോവുകയാണോ? മറുപടിയില്ല. പിന്നെ അദ്ദേഹത്തോട് അവർ ചോദിക്കുന്നു, അള്ളാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ പോകുന്നത്? അള്ളാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് അവർ മറുപടി പറയുന്നു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ മക്കയുടെ ചുറ്റുപാടും മലകളാൽ മൂടപ്പെട്ട മക്കയുടെ മലഞ്ചരിവുകളിൽ ഒന്ന്, മലമടക്കുകളിൽ ഒരിടത്ത് നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരങ്ങൾ ഉയർത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തെയും എൻ്റെ സന്താനങ്ങളെയും ഈ താഴ്വരയിൽ ബിവാദിൻ ഗൈരി ദി സറഇൻ, അവർക്ക് ഭക്ഷണമില്ലാത്ത, കൃഷിയില്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത ഈ താഴ്വരയിൽ ഞാൻ പാർപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് ഞാൻ അവരെ ഇവിടെ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നീ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ഫലസ്തീനിലേക്ക് പോകുന്നത്. പിന്നെയും യാത്രകൾ, നിരന്തരമായ യാത്രകൾ. അടുത്ത ഒരു യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. നേർക്ക് നേരെയുള്ള കൽപ്പനയല്ല, സ്വപ്നത്തിലൂടെയുള്ള കൽപ്പനയാണ്. മറ്റൊരു യാത്രയിൽ, ഇതിനിടയ്ക്ക് നിരന്തരമായ യാത്രകൾ, മറ്റൊരു യാത്രയിൽ മകൻ ഉപ്പാനൊപ്പം തോളോട് തോള് നിൽക്കുവാൻ പ്രാപ്തനായ ഉപ്പാക്കൊത്ത് മകൻ തോളോട് തോള് നിൽക്കുവാൻ ഫലമ്മ ബലഗ മഅഹു സഅയ, ഉപ്പാനോടൊപ്പം ഓടിച്ചാടി നിൽക്കുവാൻ പറ്റുന്ന ഒരു പ്രായത്തിലേക്ക് മകൻ വളർന്നപ്പോ, ഇസ്മായിൽ അലൈഹിസ്സലാം പ്രാപ്തനായപ്പോ മകനെ അറുക്കണം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുഷ്കാലം മുഴുവനും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ അചഞ്ചലനായി നിലകൊണ്ട ഒരു പ്രവാചകനോട്, തമ്പുരാനോടുള്ള സ്നേഹത്തിൽ സ്വന്തം മകനോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണോ എന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം മകനെ പോലും ബലി നൽകുവാൻ ഈ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി സന്നദ്ധനാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 3 തവണ ആവർത്തിച്ച് കണ്ട ഈ സ്വപ്നം മിനായുടെ ശാന്തമായ ഒരു കോണിൽ വെച്ച് മകനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മകനോട് പറയുന്നു, മോനെ, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഉപ്പ കണ്ട സ്വപ്നം എന്താണ് എന്ന ആകാംക്ഷയോടുകൂടി അത് അറിയുവാൻ ആഗ്രഹിക്കുന്ന മകനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, റഅയ്തു അന്നി അദ്ബഹുക്, നിന്നെ അറുക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. സ്വന്തം മകൻ എന്നെ പിതാവ് അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന സ്വപ്നത്തിന്റെ കാര്യം പിതാവ് പറയുമ്പോ മകൻ പിതാവിനോട് പറയുന്നു, യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഞാൻ ക്ഷമാലുവാണ് എന്ന് താങ്കൾക്ക് കാണാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന താങ്കൾ നിറവേറ്റണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അവരിരുവരും ഒരുപോലെ വഴിപ്പെടുകയും മകനെ അറുക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മകൻ ഒരു ബലിമൃഗമാണ്. അള്ളാഹുവിന് വേണ്ടി ഈ ബലിമൃഗത്തെ, ഇസ്മായിൽ എന്ന് പറയുന്ന ബലിമൃഗത്തെ അറുക്കുന്നതിന് വേണ്ടി ബലിക്കല്ലിലേക്ക് ചരിച്ചു കിടത്തി അദ്ദേഹത്തെ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. സ്വപ്നത്തിലൂടെയുള്ള പരീക്ഷണം താങ്കൾ അതിൽ വിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മറ്റൊന്നും തനിക്ക് വലുതല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെളിയിച്ച ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് നൽകിയ പദവിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നത്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്തിന്റെ മാർഗത്തിൽ, അല്ലാഹു ഏൽപ്പിച്ച ഈ ദൗത്യ നിർവഹണത്തിന്റെ മാർഗത്തിൽ
അചഞ്ചലനായി നിലകൊണ്ട ഒരു മഹാവടവൃക്ഷം പോലെ, സർവ പ്രതിസന്ധികളുടെയും മുമ്പിൽ ഒരു കരിമ്പാറക്കെട്ട് പോലെ നിലകൊണ്ട അചഞ്ചലനായ പ്രവാചകൻ, ധീരനായ പ്രവാചകൻ, ചരിത്രത്തിലെ ഏറ്റവും സർവധിക്കാരികളോടും ധിക്കാരിയായി ഉയർന്നു നിന്ന ഏറ്റവും ധീരനായ പ്രവാചകൻ, ഉലുൽ അസ്മായ പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ഓരോ പരീക്ഷണത്തിന്റെയും സന്ദർഭങ്ങളിൽ അങ്ങനെ വീണ്ടും യാത്രകൾ തുടരുന്നു. മറ്റൊരു യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വിജനമായ ഈ മക്കയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, ഈ ദീനിന്റെ ആഗോള കേന്ദ്രം പണിതുയർത്തുവാൻ കൽപ്പിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി കഅബാലയത്തിന്റെ 4 ചുമരുകൾ കെട്ടിപ്പൊക്കുന്നു. ആ കെട്ടി ഉയർത്തുന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അത് നമുക്ക് കാണാം. അതിനെക്കുറിച്ചുള്ള വൈകാരികമായ വിവരണം. ഇത് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. കഅബാലയം കെട്ടി ഉയർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഇസ്ലാമിന്റെ വരാനിരിക്കുന്ന തലമുറകളിൽ ആ മഹാനായ പ്രവാചകൻ, മഹാമനീഷിയായ പ്രവാചകൻ നാളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, ഈ ജനതയിൽ നീ ഒരു പ്രവാചകനെ നിയോഗിക്കണം എന്ന് ആ പ്രവാചകൻ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ പുലർച്ചെ തേടിക്കൊണ്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടാകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ്, അതാണ് മുഹമ്മദിന്റെ ദീനും മുഹമ്മദിന്റെ ശരീഅത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ധാർമ്മിക പ്രസ്ഥാനത്തിന്റെ സാൻമാർഗികമായ ബന്ധം ഇബ്രാഹിമിന്റെ മില്ലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സവിശേഷതകൾ, 3 പ്രത്യേകമായ സ്ഥാനങ്ങൾ നൽകി. ഒന്ന് ഖലീലുല്ലാഹ് എന്നതാണ്. രണ്ടാമത്തേത് ഇദ്ബതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമൻ. താങ്കളെ മാനവ സമൂഹത്തിന്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ നേതൃത്വം, നായകത്വം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഏൽപ്പിച്ചു എന്നതാണ്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അചഞ്ചലനായി നിലകൊണ്ട ഒരു മഹാസമൂഹമായിരുന്നു അദ്ദേഹം എന്ന്. ഈ ദൗത്യ നിർവഹണത്തിൽ ഒരു ഉമ്മത്തായി, ഒരു മഹാപ്രസ്ഥാനമായി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം എന്ന് ഇബ്രാഹിമിനെ ഉമ്മത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു. ആ വിശേഷണം മറ്റൊരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷം മനുഷ്യ സമൂഹത്തിൽ പിന്നീട് വന്ന പ്രവാചകന്മാരുടെ പരമ്പരയുടെ പിതാവായി അബുൽ അംബിയ എന്ന് പറയാവുന്ന തരത്തിൽ പ്രവാചകന്മാരുടെ പിതൃസ്ഥാനത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ അല്ലാഹു നിർത്തിയത് പരിശുദ്ധ ഖുർആനിൽ പിന്നീട് വന്ന പ്രവാചകന്മാരെ കുറിച്ചുള്ള വിവരണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലേക്ക് അവരെ ചേർത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന സത്യവിശ്വാസി ഇബ്രാഹിമിന്റെ മില്ലത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്. ഹജ്ജിനു വേണ്ടി അള്ളാഹുവിന്റെ ഭവനം ലക്ഷ്യമാക്കി സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യൻ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതുപോലെ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ ആത്മാർപ്പണം ചെയ്തോ അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിനെ, ഈ ദീനിനെ ഈ ഭൂമിയിൽ സംസ്ഥാപിക്കുന്നതിന്റെ മാർഗത്തിൽ സജ്ജനായി തന്റെ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർവഹിക്കുവാൻ തയ്യാറായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഉന്മുഖനായി
പടച്ച തമ്പുരാനിലേക്ക് പുറപ്പെടുകയാണ്. അള്ളാഹുവിലേക്ക് പ്രചോദിതനായി ഉന്മുഖനായി ഇഹ്റാമിന്റെ വസ്ത്രം എടുത്തു ധരിക്കുന്നു. ആ വസ്ത്രം പടച്ച തമ്പുരാനിലേക്ക് ഒരു മടക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന മനുഷ്യൻ അദ്ദേഹം എടുത്തണിയുന്ന ഇഹ്റാമിന്റെ വസ്ത്രം തന്റെ കഫൻ പുടവയാണ് എന്നത്. മരിച്ചിട്ടില്ലാത്ത വിശ്വാസി തന്റെ മരണത്തെ സ്വയം വരിക്കുകയും ആ മരണത്തിന്റെ പ്രതീകാത്മകമായി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുവാൻ കഫൻ പുടവ സ്വയം മയ്യത്ത് കുളിച്ച് സ്വയം കഫൻ പുടവ എടുത്തണിഞ്ഞ് മഹ്ശറയിലേക്ക് അദ്ദേഹം പുറപ്പെടുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അള്ളാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്ന്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. തന്റെ രക്ഷിതാവായ നാഥനായ തമ്പുരാനിലേക്ക് സ്വയം മടങ്ങുകയാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് മഹ്ശറയിലേക്ക് ഹാജരാവുകയാണ് അദ്ദേഹം. സ്വന്തം വ്യക്തിത്വം കൈയൊടിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ ഉമ്മത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേർന്ന് ചിലപ്പോഴൊക്കെ സ്വയം ഇബ്രാഹിമായി, ചിലപ്പോഴൊക്കെ ഇസ്മായിലായി, ചിലപ്പോഴൊക്കെ ഹാജറായി, അങ്ങനെ വിവിധ വേഷങ്ങളിൽ അള്ളാഹുവിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ആ കഅബാലയത്തിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ പുതുക്കുകയാണ്. മുഹമ്മദിന്റെ അനുയായിയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുദൂതരുടെ ദേഹത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിഞ്ഞ ആ തവാഫിന്റെ മത്താഫിലൂടെ നടന്നു നീങ്ങുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ് എന്ന് ഇസ്ലാമിന്റെ മാർഗത്തിൽ പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരുന്നപ്പോ അള്ളാഹുവിനോടുള്ള അഹദ് അഹദ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അചഞ്ചലനായി നിലക്കൊണ്ട മത്താഫിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് സത്യവിശ്വാസി. സ്വയം വിചാരണ നടത്തിക്കൊണ്ട് അറഫ മൈതാനിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വന്തം ജീവിതത്തെ നിവർത്തി വെച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് തേടി ഒരു ഇസ്ലാമിക ലോകത്തെ പണിതുയർത്തുവാനുള്ള പ്രതിജ്ഞ പുതുക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ അറഫയിൽ നിന്നുള്ള ഒരു മഹാജനപ്രവാഹത്തിൽ മെമ്പറായി അള്ളാഹുവിനോട് വീണ്ടും കരാറ് പുതുക്കി മഹ്ശറയോളം ചെന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്ന് അങ്ങനെ ഒരു ആത്മീയ യാത്ര നടത്തി ഒരു പുതിയ മനുഷ്യനും ഒരു പുണ്യാത്മാവുമായി സ്വന്തം നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന സമയം ശ്രദ്ധിക്കുമല്ലേ? നമ്മൾ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഈ ഹജ്ജ് ഒരു സത്യവിശ്വാസി നിർവഹിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. അള്ളാഹുവിലേക്ക് ആത്മാർപ്പിതനായി അള്ളാഹുവിലേക്ക് സ്വന്തം ജീവിതത്തെ തിരിച്ചു നിർത്തി തന്റെ ജീവിതത്തിലുടനീളം തിരിഞ്ഞു നിന്ന ആ ഖിബ്ല, ആ കഅബാലയം, തനിക്ക് തന്റെ മരണവേളയിൽ തിരിച്ചു കടത്തപ്പെടുന്ന ആ കഅബാലയം, തന്റെ മരണത്തിന് ശേഷം ഖബറിലേക്ക് തിരിച്ചു കടത്തപ്പെടുന്ന ആ ഖബറിൽ തിരിച്ചു കടത്തപ്പെടുന്ന ആ കഅബാലയം, ആ ഖിബ്ലയിലേക്ക് യാത്ര നടത്തിയിട്ടുള്ള മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ പരിശുദ്ധനായി സ്വന്തം ഉമ്മ പ്രസവിച്ച മകനെ പോലെ തിരിച്ചു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ തിരിച്ചു വരുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഈ ഹജ്ജ് നിർവഹിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ശരീരത്തിന് ആരോഗ്യം നൽകുകയും ജീവിത കാര്യങ്ങളിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുകയും എന്നിട്ട് അങ്ങനെ 5 വർഷം ഈ മനുഷ്യന് ജീവിക്കാവുന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഭിക്ഷത നൽകുകയും ചെയ്തിട്ട് സുമ്മലം യഫിദി ഇലയ്യ എന്നിട്ട് അല്ലാഹുവിലേക്ക് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഫഇന്നഹു ലമഹ്റൂം, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് തടയപ്പെടാൻ അത് മതിയാകുന്നതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹജ്ജിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കണം എന്ന്. فإنهما ينفيان الفقر والذنوب كما ينفي الكير خبث الحديد والذهب والفضة. നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കണം.
അത് നിങ്ങളെ ദാരിദ്ര്യത്തെ തൊട്ട് തടയും, ദാരിദ്ര്യത്തെ തൊട്ട് അത് നിങ്ങളെ സംരക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ മഹത്തായ ഹജ്ജിന്റെ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഹജ്ജിന്റെ ദിവസങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ, ഏറ്റവും മഹത്തരമായ ദിനങ്ങളുണ്ട്, പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളുണ്ട്. അതിൽ ഏറ്റവും മഹത്തരമായ ദിവസങ്ങളായി പഠിപ്പിക്കപ്പെട്ടതിൽ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളുണ്ട്. ആ 10 ദിവസങ്ങളിൽ മഹത്തായ ലൈലത്തുൽ ഖദറിന്റെ ദിവസമുണ്ട്. അതിന്റെ മഹത്വങ്ങൾ നമുക്കറിയാം. അതുപോലെ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങളുണ്ട്. ആ 10 ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ അറഫയുടെ പകലുണ്ട്. മുഹറം മാസത്തിലെ 10 ദിവസങ്ങളുണ്ട്. ആ 10 ദിവസങ്ങളിൽ താസൂഅന്റെയും ആശൂറന്റെയും നോമ്പും പുണ്യകരമായി പഠിപ്പിക്കപ്പെട്ട ആ സന്ദർഭവുമുണ്ട്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർ ഏറ്റവും പുണ്യകരമായ ദിവസങ്ങൾ ഏതാണ് സൽക്കർമ്മങ്ങൾക്ക് എന്ന് ചർച്ച ചെയ്തതിൽ നമ്മുടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ചർച്ച റമളാനിന്റെ അവസാനത്തെ 10 അതോ ദുൽഹജ്ജിന്റെ ആദ്യ 10 ഏറ്റവും പുണ്യകരമായ ദിവസങ്ങൾ എന്നുള്ള ചർച്ചയിൽ നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞു ദുൽഹജ്ജിന്റെ ആദ്യ 10 എന്ന്. അപ്പൊ പിന്നെ റമളാനിന്റെ ലൈലത്തുൽ ഖദർ അടങ്ങുന്ന രാവാണോ അതോ ദുൽഹജ്ജിന്റെ രാത്രിയാണോ എന്ന് അങ്ങനെ ഒരു ചർച്ച. ആ ചർച്ചയിൽ നമ്മുടെ പണ്ഡിതന്മാർ അവസാനം എത്തിച്ചേർന്ന ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു തീരുമാനം, റമളാനിന്റെ അവസാന 10 ലൈലത്തുൽ ഖദറിന്റെ രാവടങ്ങുന്ന രാവുകൾ ദുൽഹജ്ജിലെ ആദ്യ 10 രാത്രികളെക്കാൾ മഹത്തരമാണ്. അതേസമയം ദുൽഹജ്ജിലെ ആദ്യ 10 അറഫയുടെ പകലടങ്ങുന്ന പകലുകൾ റമളാനിന്റെ അവസാന 10 ലൈലത്തുൽ ഖദറിന്റെ രാത്രി അടങ്ങുന്ന രാവുകളെക്കാൾ പുണ്യകരമാണ് എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ഏറ്റവും പുണ്യകരമായ മറ്റൊരു ദിവസങ്ങളുമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് പോലും അങ്ങനെ ആവുകയില്ലേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യഖ്റുജ് ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും സമ്പത്തുമായി ഇറങ്ങി പുറപ്പെടുകയും എന്നിട്ട് ആ മാർഗത്തിൽ നിന്ന് ജിഹാദിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കുകയും ചെയ്തവന്റെ കാര്യമൊഴികെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽക്കർമ്മങ്ങൾ അത് ഇബാദത്തുകളാകട്ടെ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, തസ്ബീഹാകട്ടെ, സദഖയാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രബോധന പ്രവർത്തനങ്ങളാകട്ടെ, അതൊരു പുഞ്ചിരിയാകട്ടെ, ഏത് സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്ന നാളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാനിരിക്കുന്ന ഈ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങൾ എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ആ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന അറഫയുടെ പകൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, പഠിപ്പിച്ചത് ഈ അറഫയുടെ പകലിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫാ ദിനത്തോളം പോരുന്ന മറ്റൊരു ദിവസവും ബാക്കിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ദിവസവും ബാക്കിയില്ല. ഒരു ജൂതനായ മനുഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുന്ന ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു ദിവസം, അനുസ്മരിച്ചിട്ടുള്ള ഒരു ദിവസം, അത് ഞങ്ങൾ ജൂത സമൂഹത്തിനാണ് അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ഒരു ആഘോഷമാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആ ദിവസം എന്ന്. അദ്ദേഹം പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി
വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദിവസമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനോട് മറുപടി പറഞ്ഞത്, ഞങ്ങൾക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏത് സന്ദർഭത്തിലാണ്, ഏത് ദിവസത്തിലാണ്, എപ്പോഴാണ് അത് അവതരിച്ചത്. വഹുവ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅ, അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസം നിൽക്കുമ്പോഴാണ് ആ വചനങ്ങൾ അവതരിച്ചത് എന്നത് ഞങ്ങൾക്കറിയുന്നതാണ്. അറഫ ദിവസം, മഹത്തായ അറഫ ദിവസം ഏറ്റവും പുണ്യകരമായ ദിവസമാണ്. 2 വർഷത്തിലെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിവസമാണ്. ഏറ്റവും പുണ്യകരമായ ഉളഹിയയുടെ സന്ദർഭമാണ് ഈ ദിവസങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അമില ആദമിയുൻ മിൻ അമലിൻ യൗമൻ നഹ്രി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദം, ഒരു സത്യവിശ്വാസിയും ഈ നഹറിന്റെ ദിവസത്തിൽ, ഈ ദുൽഹജ്ജ് 10 ദിവസത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രവർത്തനമായി ബലികർമ്മത്തെക്കാൾ, ഉളഹിയയേക്കാൾ പുണ്യകരമായ മറ്റൊരു കർമ്മവും നിർവഹിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിവസം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമത്തി ശിആരിഹാ വഅദ്ലാഫിഹാ വഖുറൂനിഹാ ബിഅശ്ആരിഹാ വഅദ്ലാഫിഹാ, ബലി നൽകപ്പെടുന്ന മൃഗം അതിന്റെ കൊമ്പുമായി, അതിന്റെ കുളമ്പുമായി, അതിന്റെ രോമങ്ങളുമായി കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാധാരണഗതിയിൽ ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ പറഞ്ഞതൊക്കെ. അതുപോലും പുണ്യകരമായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പുണ്യകരമായ ഹജ്ജിന്റെ സന്ദർഭങ്ങളായി പഠിപ്പിച്ച ഈ അവസരത്തിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടുന്നതിൽ നമ്മൾ ഉത്സുകരാവുക, അത് ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയങ്കരരായ സഹോദരങ്ങൾ, ഗസയിലെയും ഫലസ്തീനിലെയും നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശത്രുവിന്റെ കടന്നാക്രമണങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പടച്ച തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.